കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. മന്ത്രി സജി ചെറിയാന് മതഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണെന്നും ചങ്ങലക്കിടണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി രാജിവെക്കണമെന്നും ജനീഷ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വീണ്ടും പുകഞ്ഞ കൊള്ളിയെന്ന് വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഇനിയൊരു ചർച്ചാ വിഷയമല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. കരുവന്നൂർ അഴിമതി കണ്ടെത്തിയതോടെ 2021 മുതൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. അഴിമതി തട്ടിപ്പ് ആരോപണങ്ങളിലൂടെ വിവാദങ്ങളിൽ നിറഞ്ഞ കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറങ്ങി. ഫെബ്രുവരി 22-ന് മാടായിക്കോണം P.K. ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കരുവന്നൂർ അഴിമതി കണ്ടെത്തിയതോടെ 2021 മുതൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. പിറ്റേന്ന് രാവിലെ 11 മുതൽ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. 9-ന് വൈകിട്ട് 5 വരെയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ബാങ്ക് നടത്തിപ്പിനായി 13-അംഗ ഭരണസമിതിയാണ് തെരഞ്ഞെടുക്കുക. ഇതിൽ സഹകരണ നിയമപ്രകാരം 7 ജനറൽ, 2 വനിത, SC ST 1, 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ള അംഗങ്ങളിൽ നിന്ന് 1, 40 വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗങ്ങളിൽ നിന്ന് 1, 40 വയസ്സിൽ താഴെയുള്ള വനിതാ വിഭാഗങ്ങളിൽ 1 എന്നിങ്ങനെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക വോട്ടർ പട്ടിക ബാങ്ക് ഓഫീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ തടസ്സവാദങ്ങളുണ്ടെങ്കിൽ 27-ന് 5-നുള്ളിൽ സമർപ്പിക്കണം. ലഭിച്ച തടസ്സവാദങ്ങളിൽ പിറ്റേന്ന് രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ ബാങ്കിൽ വെച്ച് പരിശോധന നടത്തും. തുടർന്ന് 30-ന് രാവിലെ 11-ന് ബാങ്ക് ഹെഡ് ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. മന്ത്രി സജി ചെറിയാന് മതഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണെന്നും ചങ്ങലക്കിടണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് പറഞ്ഞു. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി രാജിവെക്കണമെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. ആദ്യഘട്ടത്തിലായിരുന്നെങ്കിൽ സജി ചെറിയാന് ചികിത്സ കൊടുത്താൽ മതി എന്ന് CPM-നോട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ ചികിത്സിച്ചാലും ഭേദമാകാത്ത രീതിയിലുള്ള മതഭ്രാന്ത് സജി ചെറിയാനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അയാളെ ചങ്ങലക്കിടണം, കൂട്ടി നടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിനകത്ത് വർഗീയത വിളമ്പുന്ന ആളുകളായി സജി ചെറിയാനും AK ബാലനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെങ്ങന്നൂരിലെ ജനങ്ങളെ കേരളത്തിന് മുമ്പിൽ അപമാനിച്ചവരാണ് ഈ മന്ത്രി എന്ന് പറയുന്നത്. അയാൾ മന്ത്രിസ്ഥാനം രാജിവെക്കണം, ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. 40ഓ 42ഓ പരിവാർ സംഘടനകളുണ്ട് RSSന് കീഴിൽ. ഇപ്പോൾ കേരളത്തിനകത്ത് ഒരു സംഘടന കൂടി അതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പരിവാർ സംഘടനയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വീണ്ടും പുകഞ്ഞ കൊള്ളിയെന്ന് വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ പുകഞ്ഞ കൊള്ളിയാണ്, അയാളെ പുറത്തുവിട്ട് കഴിഞ്ഞു. സതീശൻ ഇനിയൊരു ചർച്ചാ വിഷയമല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പുകഞ്ഞ കൊള്ളിയാണ്, അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ AK ആന്റണി ഉണ്ട്. അതുപോലെ പ്രഗത്ഭനായി ഇവിടെ പ്രകടനം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സെൻട്രലിൽ വലിയ നിലയിലെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട്. ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറച്ചിലെ ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള, മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ 3 ആളുകളുണ്ട്. അവർ വളരെ സീനിയറായ ആളുകളാണ്. അവരാരും ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് അവരഭിപ്രായം പറയട്ടെ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നാട്ടിക KM UP സ്കൂളിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു.
കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി വട്ടപ്പറമ്പിൽ സഗീറിന്റെ മകൻ 25 വയസ്സുള്ള ഇർഫാനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന നാട്ടിക സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ബേബി മകൻ ശ്രീഹരിക്ക് പരിക്കേറ്റു. ഇരുവരും തൃശൂർ അശ്വനി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇർഫാൻ മരണപ്പെടുകയായിരുന്നു. തൃശൂർ സെൻട്രൽ സഹോദയ കിഡ്സ് ഫെസ്റ്റ് അഷ്ടമിച്ചിറ വിജയഗിരി പബ്ലിക് സ്കൂളിൽ നടത്തുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ സെൻട്രൽ സഹോദയയുടെ രണ്ടാമത്തെ കിഡ്സ് ഫെസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഈ ഒരു കൊല്ലം നമ്മൾ കുറച്ച് പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മെമ്പർ സ്കൂൾസിൽ നിയർലി 40 സ്കൂൾസ് ആണ് തൃശൂർ സെൻട്രൽ സഹോദയയിലുള്ളത്. ഈ 40 സ്കൂൾസിൽ നിന്നുള്ള ചൈൽഡ് പ്രോഡിഗീസ്, അതായത് ദേശീയ തലത്തിലും പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ലെവലിലും കഴിവ് തെളിയിച്ചിട്ടുള്ള, സംസ്ഥാന തലങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ എക്സലന്റ് കാലിബറുള്ള കുട്ടികളെ കൊണ്ട് തന്നെയാണ് നമ്മളിത് ഇനോഗ്രേഷനായിട്ട് നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കുന്നതും, അതുപോലെ വാലിഡിറ്ററി ഫംഗ്ഷന് നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നതും അതുപോലെയുള്ള കുട്ടികളെയാണ്. അപ്പോൾ അത് 2 സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത്. അതിനൊരു പാനലുണ്ട്. വിജയഗിരി സ്കൂളിലെ ഒരു അവരുടെ ലീഡർഷിപ്പ് ടീമിലുള്ളവരും TCSലെ മെമ്പേഴ്സും കൂടിയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്ത് നമ്മൾ 2 കുട്ടികളെ ഈ വർഷത്തേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് മാഗീദ് പബ്ലിക് സ്കൂളിലെ, വലപ്പാടുള്ള മാഗീദ് പബ്ലിക് സ്കൂളിലെ ഇസ ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിടുക്കിയാണ്. അതേപോലെ തന്നെ വാലിഡിറ്ററി ഫംഗ്ഷനിൽ ശിവദേവ് ശ്രീസായി വിദ്യാപീഠത്തിലെ ഒരു കുട്ടിയാണ്. അവൻ ഡ്രമ്മർ കിഡ് ശിവദേവ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. 2 കുട്ടികളും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവരുടെ പേരുകൾ ഉള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെ ഒരു ചേഞ്ചാണ്, മറ്റുള്ള സഹോദയകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചേഞ്ച് ഈ വർഷം നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് വരുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മളിത് നടത്തുന്നത്. ജനുവരി 24 ശനിയാഴ്ച 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറുമായ കുമാരി ഇസ ഷാനവാസ് ഉദ്ഘാടനം നിർവഹിക്കും. 40ഓളം സ്കൂളുകളിൽ നിന്നായി 1200ഓളം വിദ്യാർത്ഥികൾ കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കും. ബിനു കെ രാജ്, NM ജോർജ്, ഫാദർ ജോബി ജോൺ, സ്മിത വിൽസൺ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന് നിവേദനം നൽകി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ പഠന റിപ്പോർട്ടും നിർദ്ദേശങ്ങളും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കലും അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നു. വൈസ് ചെയർമാൻ KV പോൾ, കൗൺസിലർമാരായ VJ ജോജി, ഷിബു വാലപ്പൻ, ബിജു S ചെറിയത്ത്, ജിയോ കിഴക്കുംതല തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന MN ഗോവിന്ദൻ നായരുടെ നാമധേയത്തിൽ എറിയാട് പേ ബസാറിൽ പ്രവർത്തിച്ചിരുന്ന MN സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുനഃസംഘടിപ്പിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും ക്ലബിന്റെ മുൻകാല പ്രവർത്തകനുമായിരുന്ന സിദ്ദിഖ് അമ്പലപ്പുഴ നിർവഹിച്ചു. പ്രസിഡന്റ് അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള, MM നിസാർ, PK ബിജു എന്നിവർ സംസാരിച്ചു. കോടശ്ശേരി ചായപ്പൻകുഴി വെട്ടിക്കുഴി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടിച്ചു. പോളി എന്നയാളുടെ 2 ഏക്കറോളം വരുന്ന പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ചാലക്കുടി അഗ്നിരക്ഷാ സേന എത്തി അണച്ചു. ജീവനക്കാരായ PS സന്തോഷ് കുമാർ, PR രതീഷ്, VN അരുൺ, P സന്ദീപ്, രോഹിത് K ഉത്തമൻ, PM മജീദ് എന്നിവർ പങ്കെടുത്തു. മുരുങ്ങൂർ PRDക്ക് സമീപം ദേശീയപാതയുടെ അരികിൽ നിന്നിരുന്ന ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സ്റ്റേഷൻ ഓഫീസർ B രാജേഷ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ AV രജു, അനിൽ മോഹൻ, P സന്ദീപ്, അരുൺ, VN, ഹോംഗാർഡ് PM മജീദ് എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് സമ്മേളനം നടന്നു. വാർഡ് കൗൺസിലർ അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൗൺസിലറെ സംഘടന ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കാർത്തികേയൻ, PC പീതാംബരൻ, KR ഗോപിനാഥൻ, TK സുരേന്ദ്രൻ, VR മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു. മാളവള്ളിപ്പുറത്ത് ഒഴിഞ്ഞ പറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ഇവിടെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന കിണറിലെ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പിനെ കണ്ടത്. മാളവള്ളിപ്പുറം കാഞ്ഞൂത്തറ ജോമോന്റെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പറമ്പിലെ കിണറിലെ വലയിലാണ് പാമ്പ് കുടുങ്ങിയത്. രാവിലെ പറമ്പിലെത്തിയ
ജോമോനാണ് പാമ്പിനെ കണ്ടത്. ഉടനെ തന്നെ വനം വകുപ്പിൽ വിവരം അറിയിച്ചു. തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. 2 ദിവസത്തിലധികമായി വലയിൽ കുടുങ്ങി കിടന്നിരുന്നതായാണ് നിഗമനം. ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് പാമ്പിനെ വല മുറിച്ച് പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. മന്ത്രി സജി ചെറിയാന് മതഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണെന്നും ചങ്ങലക്കിടണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ. ജനീഷ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി രാജിവെക്കണമെന്നും ജനീഷ്. പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശനെ വീണ്ടും പുകഞ്ഞ കൊള്ളിയെന്ന് വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഇനിയൊരു ചർച്ചാ വിഷയമല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.